നമസ്കാരം, വെൽക്കം ടു കേരള ക്രിക്കറ്റ് കഫേ. അപ്പോൾ നമ്മൾ വീണ്ടും ഒത്തുകൂടിയിരിക്കുകയാണ് അരുൺ ബ്രോ ആയിട്ട്. കുറച്ച് ഗ്യാപ്പ് വന്നു, കളികളൊന്നും കാര്യമായിട്ട് നടക്കുന്നില്ല. അതുകൊണ്ടൊക്കെ തന്നെയാണ് പിന്നെ അരുൺ ബ്രോയും ബിസിയായി, നമ്മൾ മൊത്തത്തിൽ ബിസി ആയി പോയി. എന്നാലും കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുണ്ട്. ഒന്ന്, ഫസ്റ്റ് തന്നെ IPL-ലെ ഫ്ലെമിങ്, ഇംഗ്ലണ്ടിന്റെ കോച്ചായിട്ട് ഫ്ലെമിങ് മാറുന്നത്, ഹർദിക് പാണ്ഡ്യ ട്രൈഡ് ടു CSK, അതുപോലെ തന്നെ ഇന്ത്യയുടെ ശ്രീലങ്ക സീരീസ്, അങ്ങനെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുണ്ട്. എന്തായാലും നമുക്ക് അരുൺ ബ്രോ, വെൽക്കം. ഹായ്. കളി റീസെന്റ് ആയിട്ടൊന്നും നടക്കുന്നില്ലെങ്കിലും കളിക്ക് പുറകിലുള്ള ഒരുപാട് കളികൾ അതിഭയങ്കരമായിട്ട് നടക്കുന്ന ഒരു സമയമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അത് ഒരാളുടെ പടിയിറക്കം, മറ്റൊരിടത്തേക്കുള്ള ഒരു പട്ടാഭിഷേകം, അതിനോടൊപ്പം തന്നെ ചിലവരുടെ പണി തെറിക്കുമോ ഇല്ലയോ എന്നുള്ളൊരു കാര്യം, പിന്നെ അങ്ങിങ്ങായി കേൾക്കുന്ന ഒരുപാട് റൂമേഴ്സ്, ട്രേഡ് റൂമേഴ്സ്, അങ്ങനെ ടോട്ടലി കളിയില്ലെന്നുണ്ടെങ്കിലും ഇവന്റ്ഫുൾ ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. എനിക്കൊരു കാര്യം റിക്വസ്റ്റ് ഉണ്ട്, നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ക്രിക്കറ്റ് എൻത്യൂസിയാസ്റ്റ് ആയിരിക്കണം. അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു ലൈക്കും സബ്സ്ക്രിപ്ഷനും നമുക്ക് മുന്നോട്ടുള്ള യാത്രയിൽ ഒരുപാട് പ്രചോദനമാവും. അപ്പോൾ നമുക്ക് ക്രിക്കറ്റിലേക്ക് മടങ്ങി വരാം. ആദ്യമായിട്ട് ഫ്ലെമിങ്ങിന്റെ പടിയിറക്കം, അത് നമ്മൾ ഓൾറെഡി IPL കഴിഞ്ഞപ്പോൾ തന്നെ ഏറെക്കുറെ എല്ലാവർക്കും ഉറപ്പായിരുന്നു. അതൊരു വലിയൊരു അത്ഭുതമായിട്ട് തോന്നില്ല. അപ്പോൾ ആ സ്റ്റേറ്റ്മെന്റ് തന്നെ വന്നത് അങ്ങനെയാണ്, ദേ മ്യൂച്വലി ഡിവൈഡഡ് എന്നുള്ള രീതിയിലാണ്. ടോട്ടൽ CSK ആയിട്ടുള്ള കോൺട്രാക്റ്റും ഫ്ലെമിങ് വേണ്ട, അല്ലെങ്കിൽ ആരോ ഒരു മ്യൂച്വലി റെസ്പെക്റ്റോടെ അവർ പിരിഞ്ഞു എന്നുള്ളത് തന്നെയാണ്. അപ്പം അത് പല കാര്യങ്ങൾ കൊണ്ടാണ്, നമ്മൾ കളി കഴിഞ്ഞപ്പോഴേ കണ്ടതാണ്. പല സ്ട്രാറ്റജി പുള്ളിയുടെ തെറ്റിപ്പോയി, പല സ്റ്റേറ്റ്മെന്റ്സ് തമ്മിൽ ഒരു പറയുന്നതൊന്ന് ചെയ്യുന്ന മറ്റൊന്ന്, പിന്നെ ഒരുപാട് ഡിഫെൻസീവായിട്ട് മാറുക, യങ് ടാലൻസ് ആദ്യമേ വിശ്വാസമില്ല എന്ന് പറഞ്ഞു, പിന്നെ ടീമിൽ ഒരു യങ് ടാലൻസ് കൊണ്ട് നിറയ്ക്കുക, അതേകൂട്ട് തന്നെ ഒരു ന്യൂസിലൻഡ് ഫേവറിസം കാണിച്ചു വെച്ചു ഒരു സീസണിൽ, പിന്നെ അത് മൊത്തം വാർത്തോടച്ചു. അങ്ങനെ ഒരുപാട് മിസ്റ്റേക്സ് ആയ പുള്ളിയുടെ ഭാഗത്ത് നിന്ന് അത് ഒരു അനിവാര്യമായ ഒരു പടിയിറക്കമായിരുന്നു ചെന്നൈ അല്ലെ ഫ്ലെമിങ്ങിനെ സംബന്ധിച്ച്. പക്ഷേ പട്ടാഭിഷേകം നടത്തി കയറി ചെന്നിരിക്കുന്നത് ചില്ലടത്തോട്ടല്ല, ECB ഇംഗ്ലണ്ട് ക്രിക്കറ്റ് ബോർഡിന്റെ ഹെഡ് കോച്ചായിട്ടാണ് പുള്ളി ചെന്ന് കയറിയിരിക്കുന്നത്. അപ്പം ഞാനൊട്ടും മോശമല്ല എന്നുള്ളൊരു വലിയ സ്റ്റേറ്റ്മെന്റാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പം അതിനോടൊപ്പം തന്നെ ചേർത്ത് വെക്കേണ്ട ഒരു കാര്യം, ECBയിൽ കയറിയെന്നുണ്ടെങ്കിലും ഒരുപാട് പേര് അതിനെ വിമർശിക്കുന്നുണ്ട്. ഒരുപാട് പേര്. ഒന്ന്, ഇംഗ്ലണ്ടിന്റെ കോച്ചായിട്ട് ഒരു ഇംഗ്ലണ്ട് പ്ലെയർ, അല്ലെങ്കിൽ ഇംഗ്ലണ്ട് ക്രിക്കറ്റ് കൗണ്ടി ഫോളോ ചെയ്യുന്ന ഒരു പ്ലെയർ വേണമെന്ന് ഒരുപാട് ആൾക്കാരുടെ ഒപ്പീനിയൻ ഉണ്ടായിരുന്നു. അതൊന്നും നടന്നില്ല. അപ്പം അതൊന്നും നടക്കാതെ പെട്ടെന്നൊരു ഫ്ലെമിങ് കയറി ഇരുന്നപ്പോഴത്തേക്കിന് ഒരുപാട് പേർക്ക് ഡൈജസ്റ്റ് ആകുന്നില്ല എന്നുണ്ടെങ്കിലും ECPയെ സംബന്ധിച്ച് വളരെ സ്ട്രാറ്റജിക്കലായിട്ടുള്ള ഒരു ഡിസിഷനാണത്. വളരെ 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 സ്ട്രാറ്റജിക്കലായിട്ടുള്ള ഡിസിഷനാണ്. ഇപ്പം അവരെ സംബന്ധിച്ച് അവസാനത്തെ ഒരു ഈ പറഞ്ഞിട്ടൊരു കോണ്ടാക്സിൽ നിന്ന് രണ്ട് പേരാ, ഒന്ന് ട്രോട്ട്, രണ്ട് ഫ്ലെമിങ് എന്നുള്ള രീതിയിലാണ്. അവർക്ക് അടുത്ത വർഷം ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്, ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. വൺ ഡേ വേൾഡ് കപ്പ് വരുന്നു, അതേപോലെ തന്നെ അടുത്ത വർഷം ആഷസും ഉണ്ട്. അപ്പം രണ്ടുപേരെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുന്ന, അതായത് വൺ ഡേ ടീമിനെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുന്ന, അതുകൊണ്ട് ടെസ്റ്റ് ടീമിനെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു കോച്ച് അവർക്ക് അനിവാര്യമായിരുന്നു. അപ്പം അതുകൊണ്ടായിരിക്കണം ഈ ട്രോട്ടിന് മുകളിൽ ഫ്ലെമിങ്ങിനെ അവർക്ക് പ്രിഫർ ചെയ്യാനുണ്ടായ കാര്യം. കാരണം ഫ്ലെമിങ്ങും മക്കളും തമ്മിൽ നല്ല ബോണ്ടുണ്ട്, അവർ തമ്മിൽ നല്ല മ്യൂച്വൽ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ മുമ്പോട്ട് പോകും എന്നുള്ള ധാരണയിലാണ്. ഈ ഫ്ലെമിംഗ് എന്ന് പറഞ്ഞാൽ എല്ലാ ബോക്സസും ടിക്കാകത്തില്ല. ഇതിന് മുമ്പ് ഇന്റർനാഷണലി എക്സ്പീരിയൻസ് ഇല്ല, റെഡ് ബോൾ കോച്ചിങ്ങിനായിട്ട് എക്സ്പീരിയൻസ് ഇല്ല. പക്ഷേ ട്രോട്ട് അതെല്ലാം ഉള്ള ഒരാളാണ്. ട്രോട്ട് ഓൾറെഡി പ്രൂവൺ ആണ്, അഫ്ഗാന് വേണ്ടി ഒരു ടീമിനെ മോൾഡ് ചെയ്ത് കൊണ്ടുവന്ന ആളാണ്. പക്ഷെ അതിനും മണ്ടയ്ക്ക് കയറ്റി വെക്കാൻ കാര്യം ഇന്നതാണ് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതൊരു റീസൺ തന്നെയാണ്, മറ്റുള്ളമായിട്ടുള്ള ഒരു ബോണ്ടിങ്. പ്രത്യേകിച്ചും ഈ രണ്ട് ടീമിന്റെ മെയിൻ പ്ലേയേഴ്സ് എല്ലാം സെയിം തന്നെയാണ്. ഇപ്പോൾ റൂട്ട് നോക്കുവാണെങ്കിലും ബ്രൂക്ക് നോക്കുവാണെന്നുണ്ടെങ്കിലും എല്ലാം ഏകദേശം ബോളേഴ്സ്, ആർച്ചർ അടക്കമുള്ള ബോളേഴ്സ് ഒക്കെ സെയിം തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ വേറൊരു റീസൺ ആണ്, ഈ ഫ്ലെമിങ് കൗണ്ടിയിൽ പണ്ട് കളിച്ചിട്ടുള്ളതാണ്, ക്യാപ്റ്റനായിട്ട് ഒരു ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്തിട്ടുള്ള ഒരു പ്ലെയർ ആണ്. സോ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട് ഫ്ലെമിങ്ങിന് ഈ ഇംഗ്ലണ്ടിന്റെ കൗണ്ടിയിൽ. സോ അതും ഒരുപക്ഷെ ഒരു ഫാക്ടർ ആയിരിക്കാം. പക്ഷെ മെയിൻ ഫാക്ടർ ഇത് തന്നെ ആയിരിക്കാം, ഈ മറ്റുള്ളവരുമായിട്ട് ഒത്തുപോവുക എന്നുള്ളത് തന്നെ ആയിരിക്കാം. അപ്പോഴും ഇംഗ്ലണ്ടിന്റെ, എന്നെ സംബന്ധിച്ച് അതൊരു നല്ല ഡിസിഷൻ തന്നെയാണ് കേട്ടോ. ഫ്ലെമിംഗ് ഒരു ഇംഗ്ലണ്ടിന്റെ കോച്ചായിട്ട് വരുന്നത് ചെന്നൈയുമായിട്ട് വേർപിരിയുന്നതും ചെന്നൈക്കും നല്ലൊരു കാര്യമാണ്, ഫ്ലെമിങ്ങിനും നല്ലൊരു കാര്യമാണ്. ഒരു ന്യൂ ഏജ് ക്രിക്കറ്റിന്റെ സ്റ്റൈൽ മാറി, T20, പ്രത്യേകിച്ചും T20 ക്രിക്കറ്റിന്റെ. അപ്പൊ സ്വാഭാവികമായിട്ടും ഫ്രാഞ്ചൈസിക്കും അത് ഒരു ഫ്രഷ് സ്റ്റാർട്ടാണ്. ഫ്ലെമിങ്ങിന് ഒരു പുതിയ, ഒട്ടും മോശമല്ലാത്ത, അല്ലെങ്കിൽ ഇതിലും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു പൊസിഷനിലേക്ക് എത്തിപ്പെട്ടു എന്നുള്ളത് പുള്ളിയെ സംബന്ധിച്ചും വലിയ കാര്യമാണ്. അപ്പോൾ വിൻ വിൻ ഫോർ എവറിബഡി, ECBക്കും ചെന്നൈ സൂപ്പർ കിങ്സിനും ഫ്ലെമിങ്ങിനും. അത് തന്നെയാണ്. വേറൊരു കാര്യം, ഇംഗ്ലണ്ടിന്റെ ക്യാപ്റ്റൻ ജോ റൂട്ടിലേക്ക് തിരിച്ചു വരുന്നു എന്നുള്ളതാണ് വേറൊരു സംഭവം. എന്നെ സംബന്ധിച്ച് അതിന് രണ്ട് റീസൺസ് ഉണ്ടാവും. ഒന്ന്, 50 ഓവർ വേൾഡ് കപ്പിൽ മുന്നേ നിൽക്കുമ്പോൾ ബ്രൂക്കിന് അധികം കൂടുതൽ പ്രഷർ കൊടുക്കാതിരിക്കാൻ ആയിരിക്കാം ഈ റൂട്ടിനെ വീണ്ടും തിരിച്ചു കൊണ്ടുവന്നത്. കാരണം റൂട്ട് ഓൾറെഡി ഡൺ ആൻഡ് ഡസ്റ്റഡ് ആയിട്ടുള്ള ഒരു ക്യാപ്റ്റൻ ആയിരുന്നു. ഇതൊരു ജസ്റ്റ് ഒരു ട്രാൻസിഷൻ പീരീഡിൽ പുള്ളിയെ ഇപ്പോൾ ഇത് ഏൽപ്പിച്ചേക്കുന്നതേ ഉള്ളൂ.
സോ അങ്ങനെ ഇരിക്കുമ്പോൾ വേറൊരു ചോദ്യമുണ്ട്. ആഷസ് വരുന്നുണ്ട് അടുത്ത വർഷം. അതും അവരെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ അതെന്തോ ആഷസിനെ മുൻനിർത്തിക്കൊണ്ട് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് എങ്ങനെ വരും എന്നുള്ളത് തീർച്ചയായിട്ടും ഒരു കൺസേൺ ആണ്. എൻ്റെ ഒരു അഭിപ്രായം എന്താണ്, ബ്രോഡ് അഭിപ്രായം എന്താണ്? ജോ റൂട്ട്, ഇതിൽ ഹൗ ഇസ് ഞാനൊരു ജോ റൂട്ട് ആസ് എ എൻ്റർലി ക്യാപ്റ്റൻ? ഡിഫറെൻ്റ് ആംഗിളിൽ നിന്നാണ് ഞാൻ നോക്കിക്കാണാൻ താല്പര്യപ്പെടുന്നത്. ഇതിനകത്തിൽ ജോ റൂട്ട് ആസ് എ ക്യാപ്റ്റൻ സെലക്ട് ചെയ്തു. അപ്പോൾ ക്യാപ്റ്റൻസി കോൺടാക്സ്റ്റിലുണ്ടായിരുന്ന 3 പേരാണ്. ഒന്ന് ബെത്തൽ, ജേക്കബ് ബെത്തൽ, 22 വയസ്സേ ഉള്ളൂ. 2 ബ്രൂക്ക്, 3 റൂട്ട്. അപ്പം ഇതിൽ റൂട്ടിന് നറുക്ക് വീഴാനുണ്ടായ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഈ വർക്ക് ലോഡ് മാനേജ്മെൻറ്റ്, അതൊരു വലിയ പ്രധാന കാര്യമാണ്. രണ്ടാമത്തെ കാര്യം, ബ്രൂക്ക് എന്ന് പറഞ്ഞൊരു ആള് ടെസ്റ്റ് ടീമിന്റെ വൈസ് ക്യാപ്റ്റനായിട്ട് ഇരുന്നെങ്കിലും ബെൻ സ്റ്റോക്സിനോടൊപ്പം തന്നെ, പക്ഷേ ഒരു പുതിയൊരു കോച്ച് വരുമ്പോൾ എത്രത്തോളം പുള്ളി അഡാപ്റ്റ് ആകും എന്ന് ആർക്കും ഉറപ്പ് പറയാൻ പറ്റത്തില്ല. മനസ്സിലായി? അപ്പം ഈ പറയുന്ന പോലെ അതും ഒരു ചലഞ്ചാണ്. തൊട്ടടുത്ത വർഷം തന്നെ ഈ ഈ പറയുന്ന അവർക്ക് ആഷസ് ഉണ്ട്, അതുകൊണ്ടൊരു റിസ്ക് എടുക്കണ്ട, ഓൾറെഡി പ്രൂൺ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ഉണ്ട് എന്നുള്ള രീതിയിലാണ് റൂട്ടിലേക്ക് അവർ മടങ്ങിപ്പോയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം റൂട്ട് പല കോച്ചസിന് അണ്ടറിൽ കളിച്ച് പെട്ടെന്ന് അഡാപ്റ്റ് ആവുന്ന ഒരു പ്ലെയറാണ്. പക്ഷെ അത്രത്തോളം അഡാപ്റ്റൻസി ഈ ബ്രൂക്കിനുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബ്രൂക്ക് വേറെ കോച്ചിന് അണ്ടറിൽ കളിച്ചിട്ടില്ല. അപ്പം അതുകൊണ്ട് അതും ഒരു ഫാക്ടറാണ് നമുക്ക് റൂട്ടിലേക്ക് പോകാൻ ഉണ്ടായത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനോടൊപ്പം തന്നെ ബെത്തൽ എന്ന് പറയുന്ന ആൾ 22 വയസ്സേ ഉള്ളൂ. അപ്പം അതുകൊണ്ടാണ് ബെത്തലിലേക്ക് അവർ ഇപ്പോഴേ പോകുന്നത്. കാരണം ഫ്ലെമിംഗ് തന്നെ എനിക്ക് തോന്നുന്നു ന്യൂസിലാൻഡിന്റെ ക്യാപ്റ്റൻ, അപ്പം ഫ്ലെമിങ്ങിന് 23 വയസ്സുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ബെത്തലിലേക്ക് പോകാതെ ഈ പറയുന്ന ജോ റൂട്ടിന് നറുക്ക് വീണത്. അതും വളരെ ഷോർട്ട് സ്പാൻ ആയിരിക്കും. ഇപ്പം നമ്മൾ ഈ ഇംഗ്ലണ്ട് ക്രിക്കറ്റിന് എന്താ പറ്റിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിനെ 2 ഡയമെൻഷനായിട്ട് എടുക്കണം. എന്തുകൊണ്ട് മക്കല്ലം പടി ഇറങ്ങി നമ്മൾ ആദ്യമേ ചിന്തിക്കേണ്ടി വരും. അത് 2 വർഷമായിട്ട് നമുക്ക് കണക്കാക്കാം. ആദ്യത്തെ 2 വർഷം ഇപ്പോഴത്തെ ഇന്ത്യയുടെ അവസ്ഥയായിരുന്നു മക്കല്ലം ഇംഗ്ലണ്ടിനെ ഏറ്റെടുക്കുമ്പോൾ ഉണ്ടായിരുന്നത്. അവിടെ ഒരു കസേര കളിയാണ്. ആർക്കും ഈ അടുത്ത 11 കളിക്കാൻ പറ്റുന്നുള്ള ഒരു ഉറപ്പുമില്ലായിരുന്നു. അപ്പം മക്കല്ലം എന്താ ചെയ്തത്? അവർക്കൊരു ഫ്രീഡം കൊടുത്തു. നിങ്ങൾ പോയി എക്സ്പ്ലോർ ചെയ്തു, ഞാൻ ബാക്ക് ചെയ്യും. പക്ഷെ 10 പന്ത് 40 അടിച്ചോണം, അല്ലെ 10 പന്ത് 30 അടിച്ചോണം, 10 പന്ത് 10 10 പന്ത് 5 തിരിച്ചു വരരുത് എന്നുള്ളൊരു ഫ്രീഡം ലിബർട്ടി അവർക്ക് കൊടുത്തു. അങ്ങനെ ഒരു 20 മാസം അല്ലെ ഒരു 2 വർഷം അവർ എക്സ്ട്രാ ഓർഡിനറി റിസൾട്ട് കാഴ്ചവെച്ചു. ആദ്യമേ ഒന്ന് പാളിയെങ്കിലും പിന്നെ അവർ ട്രാക്കിലായി എക്സ്ട്രാ ഓർഡിനറി റിസൾട്ട് അവർ കാണിച്ചു വെച്ചു. പക്ഷെ അടുത്ത ഒരു 20 മാസം അവർക്കൊരു സ്ട്രാറ്റജിക്കലായിട്ടൊരു സപ്പോർട്ട് കൊടുക്കേണ്ടപ്പം ആ ഒരു ഭാഗം വന്നപ്പോഴാണ് മക്കല്ലം ഫെയിലായത്. അതാണ് മക്കല്ലത്തിൻ്റെ പടിയിറക്കത്തിനുണ്ടായ ഒരു പ്രധാന കാര്യം. അപ്പോൾ ആ ഒരു ഫേസിലാണ് ഇന്ത്യയുമായിട്ട് കളിക്കുന്നത്, ആ ഒരു ഫേസിലാണ് ഓസ്ട്രേലിയയായിട്ട് കളിക്കുന്നത്, ആ ഒരു ഫേസിലാണ് സൗത്ത് ആഫ്രിക്കയായിട്ട് കളിക്കുന്നത്. അപ്പോൾ ആ ഒരു പിടിച്ചു നിൽപ്പ്, അല്ലെ ആ ഒരു സ്ട്രാറ്റജിക്കലി ഒരു വിഷൻ വരേണ്ട സമയത്ത് അതിന് മക്കല്ലം മോൾഡ് ആയില്ല. അത് എക്സാക്റ്റ് ആയിട്ട് ഫ്ലെമിങ്ങിനെ കൊണ്ട് പറ്റും. ഫ്ലെമിംഗ് എന്ന് പറയുന്ന ഒരാൾ ഒരു ഡിഫെൻസീവ് മൈൻഡ് സെറ്റ് ഉള്ള ഒരു പ്ലെയറാണ്. ഒരു T20 പോലും ഡിഫെൻസീവായിട്ട് കളിക്കണമെന്ന് വാദിക്കുന്ന ഒരാളാണ്. അതിന് പറ്റിയൊരു ക്യാപ്റ്റനാണ് ഈ പറയുന്ന പോലെ റൂട്ടും മോർ ഓവർ ഒരു ഡിഫൻസീവ് ക്യാപ്റ്റൻസി കാഴ്ചവെക്കുന്ന ഒരു ക്യാപ്റ്റൻ തന്നെയാണ്. അപ്പം അതുകൊണ്ടായിരിക്കണം ഇവർ റൂട്ടിലേക്ക് തന്നെ എത്തിയത്. അതും ഒരു ഷോർട്ട് സ്പാനിൽ. ഇപ്പം ഈ പറഞ്ഞിട്ട് അടുത്ത ഒരു ആഷസോടെ മിക്കവാറും റൂട്ടും റിട്ടയർ ആവും. ആ ഒരു ടൈം സ്പാൻ മാത്രമേ ഉണ്ടായിരിക്കത്തുള്ളൂ. തീർച്ചയായിട്ടും. അപ്പോൾ ഇവരെ സംബന്ധിച്ച് മക്കല്ലത്തിന്റെ ടെസ്റ്റ് കോച്ച് ഒരു 50-50 ആണ്. അവർ എന്റർടൈനിങ് ആംഗിളിൽ നോക്കിക്കഴിഞ്ഞാൽ ഹി വാസ് വെരി ഗുഡ്. പക്ഷെ റിസൾട്ടിന്റെ ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്പേഴ്സ് വളരെ മോശമാണ്. പ്രത്യേകിച്ച് ആഷസിന്റെ വളരെ മോശം പെർഫോമൻസ്. പോരാത്തതിന് ഇപ്പൊ ഈ ഒരു ന്യൂസിലൻഡ് സീരീസ് മുമ്പ് വരെ ഇംഗ്ലണ്ട് ബോർഡ് ബാക്ക് ചെയ്യുന്ന രീതിയിലാണ് സംസാരിച്ചത് മക്കല്ലത്തെ. പക്ഷെ ഈ ന്യൂസിലൻഡ് സീരീസും കൂടെ കൈവിട്ടപ്പോഴത്തേക്കാണ് പൂർണ്ണമായിട്ട് ഇവർ ഒഴിയാൻ തന്നെ തീരുമാനിച്ചത്. അതുപോലെ തന്നെ ഈ സ്റ്റോക്സിന്റെ പ്രശ്നം ഉണ്ടല്ലോ, ഈ ഒരു അടിപിടി പ്രശ്നം ഉണ്ടായതും ഒരു റീസൺ ആണ്. അതുകൊണ്ട് അതും ഒരു റീസൺ ആയിരിക്കാം ബ്രൂക്കിലേക്ക് പോകാതിരിക്കാൻ. ബ്രൂക്ക് പണ്ട് ഈ ഇടയ്ക്ക് തന്നെ ന്യൂസിലൻഡിൽ ഒരു ഇതുപോലെ സെയിം കൈൻഡ് ഓഫ് ഇഷ്യൂ ഉണ്ടാക്കിയത്. സോ അങ്ങനെ ഒരു ക്യാപ്റ്റൻ, ആ ഒരു ഇഷ്യൂന്റെ പേരിൽ ഒരു ക്യാപ്റ്റനെ മാറ്റിയിട്ട് അതേ ഇഷ്യൂന്റെ പേരിൽ ഒരു 2-3 മാസം മുമ്പ് അക്യൂസ്ഡ് ആയ ഒരു ക്യാപ്റ്റനെ പിടിച്ച് വീണ്ടും ക്യാപ്റ്റൻ ആക്കണ്ടെന്നൊക്കെ വിചാരിച്ചു. എല്ലാം കൂടെ വെച്ചിട്ടായിരിക്കാം എന്തായാലും പോയത്. എന്തായാലും നമുക്ക് നേരെ ഇന്ത്യയിലേക്ക് തന്നെ ഒന്ന് വരാം. ഹർദിക് പാണ്ഡ്യയിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ഇന്ത്യയുടെ ടെസ്റ്റിന്റെ കാര്യം എന്ന് പറയാം. നമ്മുടെ ശ്രീലങ്കയായിട്ടുള്ള ടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാനിരിക്കുന്നു. 11 പ്രഖ്യാപിച്ചു. ബൂംറ റൂൾഡ് ഔട്ട് ആയി. ഇപ്പൊ പറയുമ്പോഴാണ് ഞാൻ അറിയുന്നത് ഗില്ല് റൂൾഡ് ഔട്ട് ആവാൻ ചാൻസ് ഉണ്ട് എന്നുള്ള കാര്യം. ഇപ്പോ ഇന്ത്യയെ സംബന്ധിച്ച് ഇപ്പൊ ഇന്ന് നടന്ന മത്സരത്തിന് നമ്മളിപ്പോ സ്കോർ നോക്കിയപ്പോഴും ശ്രീലങ്ക ഒരു തരക്കേടില്ലാത്ത പൊസിഷനിലാണ്. സോ എങ്ങനെയായിരിക്കും ഈ ഒരു സീരീസ്? ഈ സീരീസ് വളരെ നിർണായകമാണ്. വളരെ നിർണായകം എന്ന് പറഞ്ഞത് ഗംഭീറിനെ സംബന്ധിച്ച് ഒരു കയ്യാലപ്പുറത്തിരിക്കുക ഇപ്പൊ ഗംഭീർ. ഈ സീരീസിലൂടെ ഗംഭീർ തോറ്റു കഴിഞ്ഞാൽ ഗംഭീറിന്റെ തൊപ്പി തെറിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇപ്പൊ BCCI സംബന്ധിച്ച് അവരും ഈ പറയുന്ന വോയിസ് കേൾക്കുന്നുണ്ട്, ഔട്ട്സൈഡിന്റെ വോയിസ് BCCI കേൾക്കുന്നുണ്ട്. അവർക്ക് എന്തെങ്കിലും ഒരു മാറ്റം അനിവാര്യമായിട്ട് കൊണ്ടുവന്നേ പറ്റത്തുള്ളൂ. കാരണം ഇത് ഇപ്പൊ ഈ പറഞ്ഞോട്ട് ഇന്ത്യ എന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ മുംബൈ ഇന്ത്യൻസും ഇന്ത്യയൊക്കെ ഇപ്പൊ ഏകദേശം ഒരേ അവസ്ഥയിലാണ്. ഇഷ്ടം പോലെ റിസോഴ്സ് ഉണ്ട്.
പക്ഷേ ഈ പറഞ്ഞ ഒരു കസേര കളിയും അതേപോലെ തന്നെ ആർക്ക് എവിടെ കളിക്കണം എന്നുള്ള ധാരണയില്ല, അനാവശ്യമായിട്ടുള്ള ടീം റൊട്ടേഷൻ, അങ്ങനെ ഏറ്റവും നല്ല റിസോഴ്സ് ഉള്ള ടീമിനെ ഏറ്റവും മോശം അവസ്ഥയിൽ എത്തിക്കുന്നതിന്റെ ഉത്തരവാദിത്തമാണ് ഇത്തവണ ഗംഭീറും അഗാർക്കറും ഇപ്പോൾ ഇരിക്കുന്ന BCCI ബോർഡും ഏറ്റുവാങ്ങുന്നത്. അപ്പം അതിന് ആരെങ്കിലുമൊക്കെ വില കൊടുത്തേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് കുറെ തലകൾ ഉരുളും. അതിനകത്തിൽ ഗംഭീറിന്റെ ഉരുളാതിരിക്കണം എന്നുണ്ടെങ്കിൽ ഗംഭീറിന് ഈ കളി ജയിച്ചേ പറ്റത്തുള്ളൂ. പതിവിലും വിപരീതമായിട്ട് ഗംഭീർ ഇത്തവണ റോൾ ക്ലാരിറ്റി എന്ന് പറഞ്ഞ കാര്യം ആദ്യമേ തന്നെ എല്ലാവർക്കും കൊടുത്തു എന്നാണ് പല റിപ്പോർട്ടുകളും പറയുന്നത്. ഈ യാത്രയ്ക്ക് മുമ്പായിട്ട് തന്നെ ഒരു 2 മണിക്കൂറിന് മീറ്റിംഗ് കണ്ടക്ട് ചെയ്തിരുന്നു. അതിൽ 5 വാലിഡ് പോയിന്റ്സ് പറയുന്നിരുന്നു. അതിന് ഓരോരുത്തർക്കും ഓരോരുത്തരുടെ ഡിഫിനേഷൻ, എന്താണ് നിന്റെ റോള്, എന്താണ് ഇവിടെ ആയിരിക്കും നീ കളിക്കാൻ പോകുന്നത്, അതിനനുസരിച്ച് വേണം പ്രാക്ടീസ് ചെയ്യാൻ എന്നുള്ള കാര്യം ഗംഭീർ പതിവിലും വിപരീതമായിട്ട് എല്ലാം ഡിഫൈൻ ചെയ്ത് കൊടുത്തു എന്നുള്ളതും പറയുന്നുണ്ട്. ഇതിനു മുമ്പ് ആ ഒരു സ്റ്റൈൽ കണ്ടിട്ടില്ല. അപ്പം ഗംഭീറിനും അടിയിൽ തീ വന്ന് തുടങ്ങി. അപ്പം ഇനിയും വലിയൊരു റൊട്ടേഷനും കസേര കളിയൊന്നും ഉണ്ടാവില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ ടീമിനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും വലിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറെ നാളിന് ശേഷം ജഡേജയുടെ ഒരു മടങ്ങിവരവാണ്. അതേകൂട്ട് തന്നെ പന്തിനും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സീരീസാണിത്. പന്തിൻ്റെയും പുറകെ എല്ലാവരും ചൂണ്ടായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ ഈ സീരീസിൽ പന്തോട് ഒന്ന് കാഴ്ചവെച്ചില്ലെന്നുണ്ടെങ്കിൽ പന്തിനും വളരെ പണിയാവും. ഇതിനകത്തിൽ ഒരുപാട് ടീം പ്രഖ്യാപിച്ചപ്പോൾ തന്നെ ബുംറ ഒരു ഫിറ്റ്നസ് ഇല്ലായിരിക്കുന്ന സമയത്താണ് ബുംറ ഇൻക്ലൂഡ് ചെയ്തത്. അതിനുശേഷം വന്ന് അക്യൂബ് നബി, നമ്മുടെ ജമ്മു ആൻഡ് കാശ്മീരിന്റെ ഫാസ്റ്റ് ബോളറിനെ ഉൾപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അവർക്കൊന്നും അവസരം കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സ്വാഭാവികമായിട്ടും ഒന്നാമത്തെ ദിവസം മുതൽ സ്പിന്നിങ് ട്രാക്കാണ് ശ്രീലങ്കയുടെ പിക്ചേഴ്സ് കണ്ടുവരുന്നത്. അപ്പം 3 സ്പിന്നേഴ്സ് 2 ഫാസ്റ്റ് ബോളേഴ്സ് എന്നുള്ള രീതിയിലായിരിക്കും പോകുന്നത്. ഇന്ത്യയുടെ ഓൾ ഫോർമാറ്റ് ബോളറായിട്ടുള്ള പ്രശീത് കൃഷ്ണ ഉണ്ടാവും, അതിനോടൊപ്പം തന്നെ സിറാജ് ഉണ്ടാവും, മിക്കവാറും കുൽദീപ് യാദവ്, മാനവ് സുത്താർ, ജഡേജ എന്ന് പറഞ്ഞ ആൾക്കാരുണ്ടായിരിക്കും. പന്ത്, ജുറൽ, ഗില്ല്, സായി സുദർശൻ, KL രാഹുൽ, ജയ്സ്വാൾ എന്നുള്ള രീതിയിലായിരിക്കും പോകുന്നത്. ഗില്ലിന്റെ ഫിറ്റ്നസിന്റെ കാര്യത്തിൽ പ്രശ്നമുണ്ട്. ഗില്ലിന്റെ ഫിറ്റ്നസ് പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിലും ഒരു കുഴപ്പമില്ല. അവിടെ ദേവദത്ത് പടിക്കലുണ്ട്. അപ്പം ലൈക്ക് ടു ലൈക്ക് കമ്മോഡിറ്റി അതിലുണ്ട്. അതുകൊണ്ട് വലിയൊരു പ്രശ്നം ഉണ്ടായിരിക്കത്തില്ല. പക്ഷേ ശ്രീലങ്കയെ ടെസ്റ്റ് തോപ്പിക്കുക എന്ന് പറയുന്നത്, ഈ ടീമുമായിട്ട് പോയിട്ട് ശ്രീലങ്കയെ തോപ്പിക്കുക എന്ന് പറയുന്നത് ഒരു ഹെർക്കൂലിയൻ ടാസ്ക് ആണ്. കാരണം ഇനി അടുത്തുള്ള 9 കളികളിൽ 7 എണ്ണം ജയിച്ചു കഴിഞ്ഞാൽ ഇന്ത്യക്ക് ഫൈനൽ, ഈ പറഞ്ഞോട്ട് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനൽ എത്താം എന്നുള്ളത് കൊണ്ടും, ഇതിനുശേഷം അടുത്തത് ന്യൂസിലാൻഡ് ടൂറ്, അതിനുശേഷം ഓസ്ട്രേലിയ ഇങ്ങോട്ട് വരുന്നു എന്നുള്ളതും, അതുവരെയൊക്കെ ഗംഭീർ നിൽക്കുമോ എന്നുള്ളതും എല്ലാം ഈ ഒരു സീരീസ് കഴിയുന്നതോടെ തന്നെ തീരുമാനമാവും. തീർച്ചയായിട്ടും ഗംഭീറിനെ സംബന്ധിച്ച് വളരെ നിർണായകമാണ്. പക്ഷെ എന്റെ ഒരു ആംഗിൾ വേറെ സൈഡിൽ നിന്നാ. മിക്കവാറും അതിന് പകരം ബലിയാടാകുമ്പോൾ അഗാർക്കർ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ലക്ഷ്മണ് ചീഫ് സെലക്ടറിൽ പൊസിഷനിലേക്ക് കൊണ്ടുവരുന്ന ഒരു മൂവിനെ പറ്റി ഇങ്ങനെ റൂമർ കേൾക്കുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ലക്ഷ്മൺ അസ് എ കോച്ച് ഗംഭീറിനുള്ളൊരു എന്താ പറയുന്ന ഒരു ഓപ്പണന്റ് ആണല്ലോ. ആ ഒരു ചലഞ്ചും മാറി കിട്ടും, ലക്ഷ്മൺ ഒരു പൊസിഷനും കിട്ടും, ഗംഭീറിന് കുറച്ചും കൂടെ സേഫ് ആവാനും പറ്റും. സോ അങ്ങനെ അതിന്റെ പോസിബിലിറ്റി ഹൈ ആണ്. കാരണം അഗാർക്കറിനെ മാറ്റിയിട്ട് ലക്ഷ്മൺ സെലക്ടറായിട്ട് വരാനായിട്ട് ഞങ്ങളുടെ ചാൻസ് കൂടുതലാണ്. പക്ഷെ അതിലും വലിയ ചാൻസ് പറയുന്നത് ഗംഭീറിനെ മാറ്റിയിട്ട് ലക്ഷ്മൺ കോച്ചായിട്ട് വരാനാണ്. കാരണം ലക്ഷ്മൺ എപ്പോഴൊക്കെ ടീമിനെ കോച്ചായിട്ട് പോയോ അപ്പോഴെല്ലാം നല്ല റിസൾട്ട് വന്നിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ തന്നെ ലക്ഷ്മണിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, പുള്ളി സ്ട്രാറ്റജിക്കലി ബെറ്റർ ആവാൻ ഗംഭീറിനെക്കാളുള്ള കാര്യം എന്ന് പറയുന്നു. ഇപ്പൊ ഈ സിംബാബ്വെ സീരീസ് തന്നെ നോക്കണം, എന്ത് അടിപൊളിയായിട്ടാണ് പുള്ളി ആ ടീമിനെ മാനേജ് ചെയ്തത്. എല്ലാവർക്കും ഓൾമോസ്റ്റ് ഡിസർവിങ് ആയിട്ടുള്ള എല്ലാവർക്കും അവസരം കിട്ടി. ആ കളിയൊക്കെ ഒന്ന് കാണുമായിരുന്നു. തീ ഉണ്ടായ പിള്ളേർ എറിഞ്ഞത്. അവിടെ പോയിട്ട് 150 അവരുടെ സിംബാബ്വെ ബാറ്റ്സ്മാൻമാർക്ക് കാണാൻ പോലും പറ്റുന്നില്ലാത്തൊരവസ്ഥയിലാണ്. അത്ര രീതിയിൽ പെർഫോമൻസ് കാഴ്ചവെക്കാനും ആ ഒരു മൊറാൽ അവർക്ക് ഉണ്ടാക്കി കൊടുക്കാനും കഴിഞ്ഞ ഒരു കോച്ച് എന്നുള്ള രീതിയിൽ ലക്ഷ്മൺ ഇപ്പോൾ ആദ്യം നല്ല ഹൈപ്പിൽ നിൽക്കുകയാണ്. അപ്പം അത് ഗംഭീറിനെ സംബന്ധിച്ചൊരു ചലഞ്ചുമാണ്. പിന്നെ BCCIയുടെ കാര്യം നമുക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല. അഗാർക്കറിന്റെ പണി തെറിക്കുന്ന കാര്യം ഓൾറെഡി കോൺട്രാക്ട് കഴിഞ്ഞതാണ്. 3 മാസത്തേക്കോ 4 മാസത്തേക്കോ കൊണ്ട് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണ്. അപ്പം അത് മിക്കവാറും ക്യാൻസലാക്കാൻ, അല്ലെ അത് പറഞ്ഞുകൊണ്ട് മ്യൂച്വലി സെപ്പറേറ്റഡ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലായിട്ട് തന്നെ നിൽപ്പുണ്ട്. അതേപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, ഈ ഏറ്റവും അവർക്ക് പണിയായി പോയത് രോഹിത് ശർമ്മയുടെ പുറകെ പോയതുകൊണ്ടാണ്. ഈ സീനിയർ താരങ്ങളോടുള്ള ഈ പറഞ്ഞൊരു റെസ്പെക്ട് ഇല്ലായ്മയും അവരെ ഈ പറഞ്ഞിട്ട് പുറത്താക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളും ഒക്കെ വന്നപ്പോഴത്തേക്കിനാണ് ഓൾറെഡി അവരെ ബാക്ക് ചെയ്യുന്ന ഫാൻസ് ഉണ്ടാവും. അതേപോലെ തന്നെ അവരെ ബാക്ക് ചെയ്യുന്ന അത് കണ്ടില്ല എന്ന് അടിക്കാൻ ഒരിക്കലും BCCIക്ക് പറ്റത്തില്ല. കാരണം ഒരു രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഓഡിയൻസ് ഭയങ്കര കുറവാണ് ഇപ്പോൾ ഇന്ത്യയുടെ കളി കാണുന്നത്. വ്യൂവർഷിപ്പ് ഭയങ്കരമായിട്ട് ഡ്രോപ്പ് ആയിട്ടുണ്ട്. അതിൻ്റെ സ്റ്റാറ്റ്സ് എടുത്ത് നോക്കിയാൽ തന്നെ അറിയാം. അപ്പോൾ ഈ ഒരു വോക്ക് പോയി കഴിഞ്ഞാൽ പണി കിട്ടുമെന്ന് BCCIക്ക് നല്ല ബോധ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ടുകൂടെ തന്നെയാണ് ഈ വലിയ മാറ്റങ്ങൾക്ക് അവർ ഫോഴ്സ്ഡായി. അപ്പം ഇറ്റ് വിൽ ഹാപ്പൻ എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്റെ ഒരു ഇത് പറഞ്ഞെന്നുള്ളൂ, അഗാർക്കറിന്റെ തല ഉരുളാനുണ്ട് പ്രോബബിലിറ്റി കൂടുതൽ. എന്തായാലും നമുക്ക് നോക്കാം. ഈ ഒരു ടെസ്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഈ ഒരു ടെസ്റ്റിൽ നമ്മുടെ ഗില്ല് ഇതായില്ല എന്നുണ്ടെങ്കിൽ
സായി സുദർശനും പരിക്കിന്റെ ഒരു പ്രശ്നമുണ്ട്. സായി സുദർശൻ ഫസ്റ്റ് ടെസ്റ്റിൽ ഒരു ഡൗട്ടാണ്. അവിടെ ഒരു സ്റ്റാർ ഉണ്ട് സായി സുദർശൻ. അങ്ങനെയാണെങ്കിൽ അവിടെ ഒരു പ്രശ്നമുണ്ട് എപ്പോഴും. പിന്നെ ബാക്കപ്പ് ആയിട്ട് നമ്മുടെ ധ്രുവ് ജുറേലുണ്ട്. അപ്പോൾ നമ്പർ 3-ലോ നമ്പർ 4-ലോ കളിക്കാനുണ്ട്. സോ അതുകൊണ്ട് ഈസിലി. പക്ഷെ ഇവരെല്ലാം ഈ സ്പിന്നേഴ്സിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യും? ഇന്ത്യക്ക് ഏറ്റവും വലിയ ചലഞ്ച് ഇപ്പൊ ന്യൂസിലൻഡായിട്ടുള്ള സീരീസ് തോറ്റത് തൊട്ട് ഇങ്ങോട്ട് സൗത്ത് ആഫ്രിക്ക ആയിട്ടുള്ള സീരീസ് തോറ്റത് വരെ ഇന്ത്യക്ക് പുറത്തുപോയി ഫാസ്റ്റ് ബോളിംഗ് കളിക്കുന്നതിനെക്കാട്ടി പ്രശ്നം ഇന്ത്യക്കകത്ത് തന്നെ അല്ലെങ്കിൽ സ്പിന്നിങ് ട്രാക്കുകളിൽ സ്പിന്നേഴ്സിനെ ഫേസ് ചെയ്യുന്നതാണ്. അപ്പോൾ ശ്രീലങ്ക ഇറ്റ്സ് മോർ ഡിഫിക്കൽട്ട്. നമ്മുടെ ഹോം കണ്ടീഷനും അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ ടാസ്ക് ആയിരിക്കും. നല്ല രീതിയിൽ ഈ മുമ്പേ നമ്മൾ പറഞ്ഞ ഡിഫെൻസീവ് ആയിട്ടുള്ള രീതിയിൽ ബാറ്റ് ചെയ്യും. അതായത് സ്പിന്നേഴ്സിനെ പ്രോപ്പർ ക്രിക്കറ്റിംഗ് ഷോട്ട്സ് വെച്ചിട്ട് ഹാൻഡിൽ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് പ്രശ്നം തന്നെയാണ് ഈ സീരീസ്. എനിക്ക് വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഒന്നും ഇന്ത്യ കയറുക എന്നുള്ള കാര്യത്തിൽ യാതൊരു പ്രതീക്ഷയില്ല. കാരണം ഇനി മുന്നിലുള്ളത് ന്യൂസിലാൻഡ് ആണ്. അതിനുശേഷം ഓസ്ട്രേലിയ 5 ടെസ്റ്റിന് വരുന്നത്. ഓസ്ട്രേലിയ ഒരുപക്ഷെ ഇന്ത്യയിൽ വന്നിട്ട് ഇന്ത്യ ഒരുപക്ഷെ സീരീസ് തോൽപ്പിച്ചേക്കാം ഓസ്ട്രേലിയ. പക്ഷെ ഓസ്ട്രേലിയ 1-2 കളി ജയിക്കുക എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോഴത്തെ അപ്പം തന്നെ ഇന്ത്യയുടെ പ്രതീക്ഷ പോയി വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിലേക്കുള്ള. സോ അതിനകത്തൊന്നും എനിക്കിതില്ല. പിന്നെ തല രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ സീരീസ് ജയിക്കുക, ന്യൂസിലാൻഡുമായിട്ടുള്ള സീരീസ് ജയിക്കുക എന്നുള്ളതേ ഉള്ളൂ. അതാണ്. ഇതിൽ ഇന്ത്യയെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടീം സ്ക്വാഡിനകത്തുള്ള ഒരു 30% ആൾക്കാരും അല്ലെങ്കിൽ ഒരു 40% ആൾക്കാരും ക്വയറ്റ് റീസെൻ്റ്ലി ശ്രീലങ്കയിൽ ഉണ്ടായിരുന്നു. അവർ ഇന്ത്യ എയുടെ ഭാഗമായിട്ടും അതേകൂട്ട് തന്നെ ഒരു ലൈക്ക് ഫോർമൽ അല്ലാത്ത ഒരു മാച്ചും ഒരു സീരീസും നടന്നിരുന്നു ഇന്ത്യക്ക്. നമ്മുടെ ആരായിരുന്നു തിലക് വർമ്മ ക്യാപ്റ്റനായിട്ട് പോവുകയൊക്കെ ചെയ്തു. ആ ഒരു സ്ക്വാഡിലുള്ള ഒരുപാട് പേര് ഇവിടെ ഉണ്ട്. അപ്പം അതായത് കണ്ടീഷൻസ് അറിയാവുന്ന കുറെ ആൾക്കാർ ഇപ്പോഴും ആ സ്ക്വാഡിലുണ്ട് എന്നുള്ളത് ഇന്ത്യയെ സംബന്ധിച്ച് വളരെ പ്ലസ് ആണ്. പിന്നെ അടുത്തൊരു അടി കിട്ടാൻ പോകുന്നത് ന്യൂസിലാൻഡോട്ട് പോകുമ്പോഴാണ്. ന്യൂസിലൻഡിൽ പോയി ന്യൂസിലൻഡിനെ തോപ്പിക്കുക എന്ന് പറയുന്നത് പ്രാക്ടിക്കലി ഇപ്പോഴത്തെ സാഹചര്യം നടക്കുന്നതല്ല. ഇപ്പോഴാണ് ഇംഗ്ലണ്ടിനെയൊക്കെ തോപ്പിച്ച് നല്ല ഫോമിൽ നിൽക്കുന്ന സമയമാണ് ന്യൂസിലൻഡ്. ഈ ഗംഭീറിനൊരു വലിയ റെക്കോർഡുണ്ട്. ഇന്ത്യയുടെ ഹിസ്റ്ററിയിൽ ഏറ്റവും കൂടുതൽ വൈറ്റ് വാഷ് ഏറ്റുവാങ്ങിയ കോച്ചാണ് ഗംഭീർ. അപ്പം അത് തുടരാതിരിക്കട്ടെ എന്നുള്ളൊരു പ്രാർത്ഥനയിൽ തന്നെ നമുക്ക് കാത്തിരിക്കാം. ഹർദിക് പാണ്ഡ്യയിലേക്കോട്ട് പോകാം. ഹർദിക് പാണ്ഡ്യ ചെന്നൈയിലേക്ക് വരാനായിട്ട് ചാൻസ്. നമ്മൾ ഓൾറെഡി ഹർദിക് പാണ്ഡ്യ ഒരു വീഡിയോ നമ്മൾ IPL സമയത്ത് ചെയ്തതാണ്, ഏത് ടീമിലേക്ക് പോകുന്നുള്ള കാര്യത്തിൽ. അവിടെ നമ്മൾ പക്ഷേ ചെന്നൈക്ക് അത്ര ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുത്തിരുന്നില്ല. പക്ഷേ ട്രേഡ് റൂമേഴ്സ് നടക്കുന്നത് മൊത്തം ചെന്നൈയിലേക്ക് വരുമെന്നുള്ളതാണ്. ഞാനിപ്പോഴും പൂർണ്ണമായിട്ട് അത് വിശ്വസിക്കുന്നില്ല. എന്താണ് ബ്രോയുടെ അഭിപ്രായം? അത് ഞാനും ഒട്ടും വിശ്വസിക്കുന്നില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം ഇപ്പൊ എല്ലാ ഫാൻസിനെ സംബന്ധിച്ചും ഹാർദിക് പാണ്ഡ്യ എന്ന് പറഞ്ഞൊരു പ്ലെയർ ഏത് ടീമിനെ സംബന്ധിച്ചും വലിയ അഡീഷനാണ്. ഏത് ടീമിനെ സംബന്ധിച്ചും ഹാർദിക് പാണ്ഡ്യയെ കൂട്ടുള്ള പ്ലെയർ ബ്രാൻഡ് വാല്യൂ, അതിനോടൊപ്പം തന്നെ ക്യാപ്റ്റൻസി, അതേകൂട്ട് തന്നെ ബോളർ കം ഫിനിഷർ കം ഫീൽഡർ കം എല്ലാമായിട്ടുള്ള ഒരു പ്ലെയറാണ് ഹാർദിക് പാണ്ഡ്യ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ആളെ ഏത് ടീമിനും വലിയ അഡ്വാൻറ്റേജാണ്. പിന്നെ ഇങ്ങനെയുള്ള ട്രാൻസ്ഫറുകളൊന്നും, ഈ മേജർ ട്രാൻസ്ഫറുകളെല്ലാം സംഭവിക്കുന്നത് ഈ ഓപ്ഷന് ലാസ്റ്റായിട്ടാണ്. ഓപ്ഷന് തൊട്ട് മുന്നോടിയായിട്ടും അല്ലെന്നുണ്ടെങ്കിൽ IPL തുടങ്ങുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ടും ഒക്കെ ആയിരിക്കും നടക്കുന്നത്. കാരണം ഇത്ര ഏർലി ആയിട്ടൊന്നും ഇത്ര വലിയ ബിഗ് ട്രാൻസ്ഫേഴ്സ് ഒന്നും വരത്തില്ല. ഇപ്പം കഴിഞ്ഞ തവണയാണെന്നുണ്ടെങ്കിലും ഈ പറയുന്ന തൊട്ട് ശിവൻ ദൂബെയാണ് രാജസ്ഥാനിലേക്ക് പോകുന്നത് എന്ന് എല്ലാവരും പറയുകയുണ്ടായി. തുടക്കത്തിൽ അങ്ങനെയായിരുന്നു ചർച്ച മൊത്തം വന്നിരുന്നത്. പിന്നെ അത് മൊത്തം തലകീഴായി മറിയുകയും ചെയ്തു. അപ്പം ഇങ്ങനെയുള്ള വലിയ ട്രാൻസ്ഫറുകളെല്ലാം പൊതുവേ നടക്കുന്നത് ബിസിനസ് എൻഡിലാണ്. ഏറ്റവും അവസാന നിമിഷങ്ങളിലാണ് ഈ കാര്യങ്ങളെല്ലാം നടക്കുന്നത്. പിന്നെ ഹാർദിക് പാണ്ഡ്യ എന്ന് പറഞ്ഞൊരു പ്ലെയർ ഏത് ടീമിലേക്ക് പോലും വളരെ വാല്യൂ ആഡഡ് ആണ്. പിന്നെ അത് ചെന്നൈയിലേക്ക് വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹാർദിക് പാണ്ഡ്യയ്ക്ക് ബാറ്റിംഗ് ആവറേജ് ചെന്നൈയിൽ ഭയങ്കര കുറവാണ്. ചെന്നൈ പിച്ചിൽ T20 കളിക്കുമ്പോൾ ഹാർദിക് പാണ്ഡ്യയുടെ ബൗണ്ടറി ആവറേജ് തന്നെ ഏതാണ്ട് 6 balls പെർ ബൗണ്ടറി എന്നുള്ള രീതിയിലും, അതേകൂട്ട് തന്നെ ആവറേജ് ചെയ്യുന്നത് ലെസ് ദാൻ 20 ആണ്. അത്ര വലിയ രീതിയിലുള്ള വിക്കറ്റ് പെർഫോമൻസ് ഒന്നും അവിടെ കാഴ്ചവെച്ചിട്ടില്ല. അപ്പം അങ്ങനെ ഒരു പ്ലെയർ അവിടെ ശോഭിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കണ്ടു തന്നെ അറിയേണ്ടി വരും. പക്ഷേ ശിവൻ ദുബെയൊക്കെ ആയിരിക്കും തിരിച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതാണല്ലോ ഇപ്പോൾ ടോക്ക് നടക്കുന്നത്. പുള്ളിയൊക്കെ വൺസ് ടീമിൽ നിന്ന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ ഒരു ജനറേഷണൽ പ്ലെയർ കിട്ടത്തില്ല. മര്യാദയ്ക്ക് അവർ ചെന്നൈ ഉപയോഗിക്കുന്നില്ല ദുബെ എന്നുള്ളത് മറ്റൊരു കാര്യം. പക്ഷേ ദുബയെ കൂട്ടുള്ള കളിക്കാരനെയൊക്കെ വിട്ട് കഴിഞ്ഞാൽ പിന്നെ കിട്ടത്തില്ല. പിന്നെ ഈ സീസണിൽ ഇപ്പം നടക്കുന്ന ട്രാൻസ്ഫറുകളെല്ലാം വെറുതെ ആയിരിക്കത്തില്ല. കാരണം ഇനി ഒരു ട്രാൻസ്ഫർ നടക്കുന്നുണ്ടെങ്കിൽ അവർ റിട്ടൻഷനോട് ആലോചിച്ചുകൊണ്ട് ട്രാൻസ്ഫർ നടത്തത്തുള്ളൂ. അപ്പോൾ ഈ ഹാർദിക് പാണ്ഡ്യ വന്നു, പകരം ഈ ഹാർദിക് പാണ്ഡ്യ എന്നെ റീറ്റെയിൻ ചെയ്യാൻ പറ്റുമോ എന്ന് ഏത് ടീമും നോക്കും. ഹാർദിക് പാണ്ഡ്യ റീറ്റേൺ ചെയ്യാനാണെങ്കിൽ മറ്റാരെ എനിക്ക് കളയേണ്ടി വരും എന്നുള്ള കാര്യങ്ങളൊക്കെ പരിഗണിക്കേണ്ടി വരും. അതേകൂട്ട് തന്നെ KKRലേക്ക് പോകുമെന്ന് പറയുന്നു. കാമറൂൺ ഗ്രീനെ കൊടുക്കുമെന്നാണ് പറയുന്നത്. പക്ഷേ കാമറൂൺ ഗ്രീൻ കളിക്കുന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ ഒരു അവൈലബിലിറ്റി ഇല്ല. കാരണം ആഷസ് ഉണ്ട്. അതേകൂട്ട് തന്നെ ഇംഗ്ലണ്ട് പ്ലേയേഴ്സ് പലരും വരത്തില്ല. അതേകൂട്ട് തന്നെ സ്റ്റാർക്ക് എന്തോലും വരത്തില്ല, കമിൻസ് എന്തോലും വരത്തില്ല. ഹേസൽവുഡിൻ്റെ കാര്യം സംശയമാണ്. കാരണം ഈ വേൾഡ് കപ്പ് ഉള്ളതുകൊണ്ടും ആഷസ് ഉള്ളതുകൊണ്ടും ഓസ്ട്രേലിയൻ ബോളേഴ്സ് പൊതുവെ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ റിസ്ക് എടുക്കാറില്ല. അവർ വിട്ടുകൊടുക്കത്തില്ല പ്ലേയേഴ്സിന്. അപ്പം അങ്ങനെ എല്ലാം പാരാമീറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുക ഹാർദിക് പാണ്ഡ്യ എന്ന് പറഞ്ഞ ടീം ആ ഒരു കളിക്കാരൻ ബാക്കി 8 ടീമിലേക്കും, 2 ടീമുകൾ ഞാൻ ഒഴിച്ചു നിർത്തി,
ഒന്ന് ജി ടിയിലേക്ക് ഇനി ഹർദിക് പാണ്ഡ്യ മടങ്ങിപ്പോക്ക് ഒട്ടും കാണുന്നില്ല ഞാൻ. അതേ കൂട്ട് തന്നെ ബാംഗ്ലൂരിലേക്കും ഒരു ട്രേഡ് വിൻഡോ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ 2 ടീമിനെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കി 8 ടീമിലും തുടരാനുള്ള സാധ്യത ഒരേ ഫ്രാക്ഷൻ തന്നെയാണ്. ബാക്കി 8 ടീമിലേക്കും. പിന്നെ ട്രേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അവര് എൻ്റെ കാഴ്ചപ്പാടിൽ മുംബൈ ട്രേഡ് ചെയ്യുക ഒരു വിക്കറ്റ് കീപ്പിംഗ് ഇന്ത്യൻ ബാറ്റ്സ്മാൻ വേണ്ടിയായിരിക്കും. കാരണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർക്ക് 2 ഫോറിൻ ഷോട്ട് മാറി കിട്ടും. അതല്ല എന്നുണ്ടെങ്കിൽ ഒരു ഫോറിൻ ക്വിക്ക് ലെഫ്റ്റ് ഹാൻഡർ ബോളർ അല്ലെ ഒരു ഇന്ത്യൻ ക്വിക്ക് ലെഫ്റ്റ് ഹാൻഡർ ബോളർ എന്നുള്ള രീതിയിലായിരിക്കും. ഇപ്പം അങ്ങനെ നോക്കിയാൽ മോസിൻ ഖാൻ ഉണ്ട്, അതേ കൂട്ട് തന്നെ പല കളിക്കാരുണ്ട് പല ടീമിലായിട്ട്. അവർ ഫോറിൻ ഷോട്ട് ഒഴിവാക്കുക, അറ്റ് ദ സെയിം ടൈം തന്നെ ഇവർക്കൊരു നല്ലൊരു അഡീഷൻ എന്നുള്ള രീതിയിൽ ഒരു വിൻ വിൻ എന്നുള്ള രീതിയിലേ വരുത്തുള്ളൂ. അല്ലാതെ ഒരു ട്രേഡ് വിൻഡോയ്ക്ക് വേണ്ടി അവർ തയ്യാറാകുമോ എന്ന് എനിക്കൊട്ടും തോന്നുന്നില്ല. പക്ഷേ ഈ ട്രേഡിന്റെ കാര്യം പോലും ഹർദിക് പാണ്ഡ്യയെ സംബന്ധിച്ച് ഇപ്പോഴും സംസാരിക്കേണ്ട ഒരു കാര്യമില്ലെന്നാണ് എൻ്റെ കാഴ്ചപ്പാട്. കാരണം അവരുടെ ടീം റിവ്യൂ നടത്തുമ്പം ഹർദിക് പാണ്ഡ്യ ചിലപ്പം ഈ പറഞ്ഞോട്ട് വിലങ്ങൂരി വരാൻ വളരെ സാധ്യതയുണ്ട്. അവിടെ ക്യാപ്റ്റനായിട്ട് തുടരാൻ തന്നെ വളരെ സാധ്യതയുണ്ട്. കാരണം ടീം റിവ്യൂ നടത്തുമ്പോൾ എന്തുകൊണ്ട് തോറ്റു എന്നുള്ള വിശകലനം നടക്കും, ക്യാപ്റ്റൻ എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ടി വരും. ഇപ്പം ഇതിനകത്തിൽ പറയാനുള്ളൊരു കാര്യം ആകെപ്പാടെ ബുംറയ്ക്ക് ആ ഫസ്റ്റ് 3 ഓവേഴ്സ് കൊടുത്തിട്ടില്ല. അല്ലെന്നുണ്ടെങ്കിൽ ഒരു 2-3 കളിയിൽ അശ്വിനി കുമാറിനെ അൺഈവനായിട്ട് കൊണ്ടുവന്ന് ആ രഘു ശർമ്മ മുതലായ കളിക്കാരെ കൊണ്ടുവന്ന് ഡെപ്ത് ഓവർ എറിയിച്ചു എന്ന ഉള്ള ക്യാപ്റ്റൻസി മിസ്റ്റേക്ക് മാറ്റി നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ക്യാപ്റ്റൻസി കൊണ്ട് മാത്രമല്ല മുംബൈ ഇന്ത്യൻസ് തോറ്റു പോയിട്ടുള്ളത്. അവർ ഒരു പ്ലേയേഴ്സും പെർഫോമൻസ് കാഴ്ചവെച്ചില്ല എന്നുള്ളത് വലിയൊരു കാര്യമാണ്. അങ്ങിങ്ങാട്ട് റിക്കട്ടൻ 2 കളി കളിച്ചു, അങ്ങിങ്ങാട്ട് രോഹിത് ശർമ്മ 2 കളി കളിച്ചു, അങ്ങിങ്ങാട്ട് തിലക് വർമ്മ 2 കളി കളിച്ചു എന്ന് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഒരു ടീം പെർഫോമൻസ് അവർക്ക് ഉണ്ടായിട്ടില്ല. അപ്പോൾ ആ ഒരു റിവ്യൂ നടത്തുമ്പോൾ വേണമെങ്കിൽ ഒരു പ്രശ്നവുമില്ലാതെ ക്യാപ്റ്റൻസി അടുത്ത വർഷം തുടരാനും സാധ്യതയുണ്ട്. കാരണം ബുംറയ്ക്ക് ഒരു 4 കളിയിൽ അല്ലെ 5 കളിയിൽ അല്ലെ 10 കളിയിൽ ആദ്യത്തെ 3 ഓവറിനകത്ത് 2 അല്ലെ ആദ്യത്തെ 4 ഓവറിനകത്ത് 2 ഓവർ കൊടുത്തില്ല എന്ന് പറയുമ്പോൾ ഹർദിക് പാണ്ഡ്യയുടെ മാത്രം തെറ്റാണോ അത്? അതൊരു മാനേജ്മെന്റ് ഡിസിഷനാണോ അതൊരു സ്ട്രാറ്റജി ടീമിന്റെ ഡിസിഷനാണോ അത്? അപ്പം അതുകൊണ്ട് ഹർദിക് പാണ്ഡ്യയുടെ കോൺട്രിബ്യൂഷൻ കൊണ്ട് അല്ലെ ക്യാപ്റ്റൻസി എറർ കൊണ്ട് എത്രത്തോളം പെർസെൻറ്റേജിൽ അവർ തോറ്റുപോയി എന്നുള്ള ഇവാലുവേഷൻ ഒക്കെ നടക്കുമ്പം ചിലപ്പോൾ ഹർദിക് പാണ്ഡ്യക്ക് ക്ലീൻ ചീറ്റ് കിട്ടാൻ സാധ്യതയുണ്ട്. ഹർദിക് പാണ്ഡ്യ എന്ന് പറയുന്ന ഒരു പ്ലെയർ നമ്മൾ ഈ ചുമ്മാതെ പറയാം, ഈ പറഞ്ഞൊരു മുംബൈയിലോട്ടും കംഫർട്ടബിൾ അല്ല എന്നൊക്കെ. പക്ഷെ മുംബൈയാണ് ഹർദിക് പാണ്ഡ്യ ഇങ്ങനെ ആക്കിയത്. ആ കംഫർട്ടബിൾ ഉള്ളതുകൊണ്ടാണ് തിരിച്ചു വന്നത്. ആദ്യത്തെ ഒരു സീസൺ വെച്ചൊരു പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷെ രണ്ടാമത്തെ സീസണും മൂന്നാമത്തെ സീസണിൽ എപ്പോഴാണ് ആദ്യത്തെ 7 കളി ഒരു പ്രശ്നമില്ലായിരുന്നല്ലോ. ഈ തോൽവി തുടരെ വന്നപ്പോഴാണല്ലോ ഈ പ്രശ്നം തുടങ്ങിയത്. മനസ്സിലായി? അപ്പോൾ ഹർദിക് പാണ്ഡ്യയുടെ ക്യാപ്റ്റൻസിയാണോ പ്രശ്നം അതോ തോൽവിയാണോ പ്രശ്നം എന്നുള്ള കാര്യം അവർ പുനഃപരിശോധിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ അങ്ങനെ എല്ലാ സാധ്യതകളുണ്ട്. ഹർദിക് പാണ്ഡ്യ എന്ന് പറയുന്ന ഒരു കളിക്കാരൻ ബാക്കി 8 ടീമിലേക്കും ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ ഈക്വലായിട്ട് ഡിവൈഡ് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിലേക്കായിട്ട് ഒരു 2 ഇരട്ടി അല്ലെങ്കിൽ 3 ഇരട്ടി മുംബൈയിൽ തന്നെ തുടർന്നു പോകാനാണ് സാധ്യത കൂടുതലും. തീർച്ചയായിട്ടും അതുപോലെ ചാൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ കൊൽക്കത്തയ്ക്കാണ്, നമ്മൾ അന്ന് ഡിസ്കസ് ചെയ്ത പോലെ തന്നെ കൊൽക്കത്തയ്ക്കാണ് കൂടുതൽ ചാൻസ് ഉള്ളത്. പിന്നെ അന്ന് നമ്മൾ പറഞ്ഞ ഒരു ടീമാണ് രാജസ്ഥാൻ റോയൽസ്, അതിനും ഒരു ചെറിയൊരു സാധ്യത കാണുന്നുണ്ട്. കൊൽക്കത്തയിൽ കാമറൂൺ ഗ്രീനെ ഒന്നും കൊടുത്തെന്ന് പറഞ്ഞിട്ട് മുംബൈ കൊടുക്കത്തൊന്നുമില്ല. വേറെ എന്തെങ്കിലും നല്ല ഡീല് നടത്തേണ്ടി വരും, ഏതെങ്കിലും നല്ല പ്ലേയേഴ്സിനൊക്കെ എടുത്ത് കൊടുക്കേണ്ടി വരും. വേറെ അതിനകത്ത് കൊടുക്കാനായിട്ട് ആരുണ്ട് എന്നുള്ളതാണ് വലിയൊരു ചോദ്യം വരുന്നത്. റിങ്കു സിംഗ് ഒക്കെ ഉണ്ട്. റിങ്കു സിംഗ് രണ്ട് മഹാരഥന്മാരുണ്ട്. അതായത് വരുൺ ചക്രവർത്തി ആൻഡ് സുനിൽ നാരായൺ നോക്കണ്ട, വരുൺ ചക്രവർത്തി ഉണ്ട്, റിങ്കു സിംഗ് ഉണ്ട്, ഹർഷിത് റാണ ഉണ്ട്, ദ ലെജൻഡ്, ദ മിത്ത്. അതേകൂട്ട് തന്നെ ടിം സൈഫോർട്ട് ഉണ്ട്, ഫിന്നലൻ ഉണ്ട്, വിക്കറ്റ് കീപ്പിംഗ് എക്സ്പ്ലോസീവ് ഓപ്പണിംഗ് ബാറ്റ്സ്മാൻ എന്നുള്ള രീതിയിലൊക്കെ ആഡ് ഓൺ അഡ്വാൻറ്റേജ് ആവും. ഇപ്പൊ ഒരുപാട് ടീമും ഈ കഴിയുന്ന എനിക്ക് തോന്നുന്നു ഈ 10 ടീമിൽ ഏകദേശം ഒരു 6 ടീമോളം ക്യാപ്റ്റനെ തിരയുന്നവരാണ്. ഡൽഹി ക്യാപ്റ്റനെ തിരയുന്ന ആളാണ്, ലക്നൗ ക്യാപ്റ്റനെ തിരയുന്ന ഏറ്റവും കൂടുതൽ അങ്ങനെ ലക്നൌവിലായിരിക്കും പോകാൻ സാധ്യത. കാരണം നിക്കോളസ് പൂറിനെ കൊടുക്കാൻ സാധ്യതയുണ്ട്. ബാക്കി എല്ലാവരും ലീഗിലും നിക്കോളസ് പൂറിൻ മുംബൈക്ക് വേണ്ടിയാണ് കളിക്കുന്നത്. അവരൊരു ക്യാപ്റ്റനെ നോക്കി നിൽക്കുകയാണ്. അവരുടെ ഇഷ്ടം പോലെ ഇപ്പോൾ ഫണ്ടുണ്ട്. ഡൽഹിക്ക് ക്യാപ്റ്റനെ ആവശ്യമുണ്ട്, രാജസ്ഥാന് ക്യാപ്റ്റനെ ആവശ്യമുണ്ട്, പുതിയ മാനേജ്മെന്റ് റാം പരാഗിനെ മുന്നോട്ട് കൊണ്ടുവന്ന് എനിക്ക് യാതൊരു ചിന്തയില്ല. ജയ്സ്വാൾ അവിടെ ഭയങ്കര ഡിസ്കംഫോർട്ടായിട്ട് നിൽക്കുകയാണ്. ജയ്സ്വാൾ പുറത്തിയാടാൻ സാധ്യതയുണ്ട്. ചെന്നൈക്ക് ക്യാപ്റ്റനെ ആവശ്യമുണ്ട്. ഋതുരാജ് ഗേക്വാത്തുമായിട്ട് ഇനി അടുത്തൊരു വർഷം ക്യാപ്റ്റൻസി മുന്നോട്ട് കൊണ്ടുപോകുന്ന എനിക്ക് ഒട്ടും തോന്നുന്നില്ല. പഞ്ചാബിന് ഒഴികെ, പഞ്ചാബ്, ബാംഗ്ലൂർ അങ്ങനെ വിരലുണ്ടാവുന്ന ടീമിനൊഴികെ ബാക്കി എല്ലാവർക്കും ക്യാപ്റ്റനെ ആവശ്യമുണ്ട്. മുംബൈക്ക് തന്നെ ക്യാപ്റ്റനെ ആവശ്യമുണ്ട്. മുംബൈ അവരുടെ തിലക് വർമ്മ ഇതിലേക്ക് തന്നെ പോകുന്ന എനിക്ക് തോന്നുന്നത്. തിലക് വർമ്മ, ഹാർദിക് പാണ്ഡ്യ ഇല്ലാന്നുണ്ടെങ്കിൽ തിലക് വർമ്മ അപ്പൊ സെയിം ക്വസ്റ്റ്യൻ തന്നെ പിന്നെയും ചോദിക്കും, എന്തുകൊണ്ട് ഹാർദിക് പാണ്ഡ്യ പുറത്തായി? ക്യാപ്റ്റൻസി എന്ന് പറഞ്ഞ ഒരു കാര്യത്തിൽ റിസൾട്ട് കിട്ടില്ല എന്നുള്ള രീതിയിൽ പുറത്തായി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തിലക് വർമ്മ വരുമ്പോ പുള്ളി എന്ത് പ്രശ്നമായിരിക്കും വരുന്നത്? പുള്ളിക്ക് എന്ത് മെസ്സേജാണ് കൊടുക്കുന്നത്? നീ റിസൾട്ട് തന്നില്ലെങ്കിൽ നീയും ഇതേ കൂടെ തന്നെ പുറത്തു പോകും എന്നുള്ളൊരു പ്രശ്നമില്ലാവും അവിടെ തിലക് വർമ്മ. ഇപ്പൊ ഗ്രൂപ്പ് ചാൻസസ് കിട്ടി ഹാർദിക് പാണ്ഡ്യക്ക്. ഹാർദിക് പാണ്ഡ്യയുടെ പ്രശ്നം വിജയിച്ചു എന്നുള്ളതല്ല, 3 ഇയേഴ്സ് പ്രോപ്പർ 3 ഇയേഴ്സ് കിട്ടി. ആ 3 ഇയേഴ്സിൽ ടീമിനെ ഒത്തു കൊണ്ടുപോകാൻ പറ്റിയില്ല എന്നുള്ള. ട്രോഫി പോട്ടെ,
ട്രോഫി ഇല്ലാതെ തന്നെ മൊത്തത്തിലുള്ള ടീം അറ്റ്മോസ്ഫിയർ, മൊത്തത്തിലുള്ള ഒരു ടീമിന്റെ ഒരു മൊറൽ അല്ലെങ്കിൽ അവരുടെ ബോഡി ലാംഗ്വേജ് വളരെ ബാഡ് ആയിരുന്നു. പുറത്ത് നോക്കുമ്പോൾ തന്നെ നമുക്കത് ഫീൽ ചെയ്ത് പലപ്പോഴും ഒരു അൺഈവൻ ആയിട്ടുള്ള അല്ലെങ്കിൽ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു പെർഫോമൻസോ ഒരു ഇതോ അവരുടെ ഭാഗത്തുനിന്നില്ലായിരുന്നു. സോ അത് ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ക്യാപ്റ്റന് പറ്റില്ലല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടും അതിന്റെ ഒരു ഇതുണ്ട്. തിലക് വർമ്മ വരുവാണെങ്കിൽ തിലക് വർമ്മയ്ക്ക് 3 years കിട്ടും. അതെ അതെ, KKR ക്യാപ്റ്റനെ ആവശ്യമുണ്ട്, SRH ക്യാപ്റ്റനെ ആവശ്യമുണ്ട്. അടുത്ത സീസണിൽ കമ്മിൻസ് വരത്തില്ല മിക്കവാറും. ഈ പറഞ്ഞ തൊട്ട് ആഷസും വേൾഡ് കപ്പും മുന്നിൽ നിൽക്കുന്നുണ്ട്. കിഷൻ അവിടെ ഇഷാൻ ക്യാപ്റ്റൻ കിഷനുമായിട്ട് ആവില്ല. സ്വാപ്പ്, ഇഷൻ കിഷനാണ്. ഇഷാൻ കിഷനോട് ചിലപ്പോൾ സ്വാപ്പ് നടക്കാൻ സാധ്യതയുണ്ട്. ലൈക്ക് ടു ലൈക്ക് ആവും. അതിനൊരു സാധ്യതയുണ്ട്. കാരണം ഇഷൻ കിഷൻ മുംബൈക്ക് വേണ്ട ഒരു കമ്മ്യൂണിറ്റിയാണ്. പഴയ വിക്കറ്റ് മുംബൈ കീപ്പിംഗ് പ്ലെയർ ആണ്. എക്സ്പ്ലോസീവ് ഓപ്പണിംഗ് ബാറ്റ്സ്മാൻ. ലെഫ്റ്റ് ഹാൻഡർ. ഓപ്പണിംഗ് ലെഫ്റ്റ് ഹാൻഡർ ഇഷൻ കിഷന് വേണമെന്നുണ്ടെങ്കിൽ ഓപ്പണിംഗ് പൊസിഷൻ കിട്ടുകയും ചെയ്യും. SRHൽ ആ കിട്ടാത്ത ഒരു സാധനം. അതെ, വേണം ഇവിടെ ക്യാപ്റ്റൻസി ഓഫർ മനസ്സിലായോ? ചെയ്യും MIയുടെ. ആ അത് ഇഷൻ കിഷൻ നല്ലൊരു ക്യാപ്റ്റനാണ് കേട്ടോ. അതെ ഓൾറെഡി പ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോ അത് വന്നിട്ട് ഇവിടെ SRHന് വേണ്ടി ക്യാപ്റ്റൻ ചെയ്തപ്പോഴും ഹി വാസ് വെരി ഗുഡ്. സോ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ അതിന് സാധ്യതയുണ്ട്. അതൊരു നല്ല പോസിബിലിറ്റി കേട്ടോ. ഇഷാൻ കിഷൻ പ്ലസ് ഒരു പ്ലെയറും കൂടെ ഇവിടോട്ട് മുംബൈയിലേക്ക് വന്നിട്ട് ഇഷാൻ കിഷൻ ഒറ്റയ്ക്ക് അതെ, കൊടുക്കാൻ സാധ്യതയില്ല. ഇല്ല മാനവ് സുത്താർ ഇഷാൻ വന്നാലും മതി, ലെഫ്റ്റ് ഹാൻഡ് സ്പിന്നർ. മാനവ് സുത്താർ ഏത് ടീമാണ് കളിക്കുന്നത്? SRH ആണോ? SRH ആണ്. അല്ല അല്ല ഓക്കെ. അല്ല അല്ല, അപ്പൊ മാനവ് SRHന്റെ ഒരു സുതാറും സ്പിന്നർ ഇഷൻ ഉണ്ട്, ലെഫ്റ്റ് ഹാൻഡ് ബോളർ. എനിക്ക് തോന്നുന്നു മാനവ് സുത്താർ GT ആണെന്ന്, കൺഫേം അല്ല. പക്ഷേ അല്ലല്ല മാനവ് സുത്താറും SRHനും അല്ല. അല്ല ജീറ്റ് എന്താ ദൂബെ അല്ലോ. എന്താ ഞാൻ ഹർഷ് പേര് ദുബെ. മറന്നുപോയി. ഹർഷ് ദൂബെ. അതെ ഹർഷ് ദൂബെ. പിന്നെ അതല്ലാതെ വേറെ ഒരാളും ഉണ്ട്. ഒരു ചൈനാമൻ ബോളർ ഉം. ഹു ക്യാൻ ബാറ്റ്, അങ്ങനെ ഒരു ഓൾറൗണ്ടർ ആണ്. അപ്പൊ ഏതെങ്കിലും ഒരാള് ഹർഷ് ദൂബെ പക്ഷെ മുംബൈക്ക് വേണ്ടത് ഒരു ഫിംഗർ സ്പിന്നറിനെ അല്ല. മുംബൈക്ക് വേണ്ടത് ഒരു സ്പിന്നറിനെയാണ്. അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോ അത് ആയിരിക്കത്തില്ല. വേറെ ഏതെങ്കിലും എന്തായാലും അത് വർത്താണ്. ഇഷാൻ കിഷൻ പ്ലസ് ഒരു ഏതെങ്കിലും ഒരു അത്യാവശ്യം വാല്യൂബിൾ ആയിട്ടുള്ള ഒരു അസറ്റ് കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ വിൻ ആണ് രണ്ടുപേർക്കും. അതെ, അല്ലെങ്കിൽ അവരെ 2 ന്യൂ ബോളേഴ്സ് ഉണ്ടല്ലോ, പുതിയതായിട്ട് കണ്ടുപിടിച്ച 2 ഫൈൻഡിങ്സ് ഉണ്ട്, 2 ഗൺ അതിലൊരാളെ ബോളേഴ്സ്. അവരിൽ ഒരാളെ കൊടുത്താൽ മതിയായിരിക്കും. അങ്ങനെ അല്ലെ, ഏതൊരു ടീം എടുത്താലും നമ്മൾ ഭയങ്കര പോസിബിലിറ്റി തോന്നും. ഇപ്പൊ ഇതേ കൂട്ട് തന്നെ നമ്മളിപ്പോ അതെ രാജസ്ഥാൻ എടുത്തു കഴിഞ്ഞാൽ ജയ്സ്വാളിനെ എടുക്കാം, ഹോം ഗ്രൗണ്ടിലേക്ക് വരും, തിരിച്ചവിടെ ഹാർദിക് പാണ്ഡ്യ ക്യാപ്റ്റനായിട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ എല്ലാ ടീമിലും അതെ. ഭയങ്കര സാധ്യതകൾ അനന്തരമാണ്, 2 ടീമിനെ ഒഴിച്ച്. ഇനി ഇത് നടക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം. ഓക്കെ. അപ്പൊ IPL അടുത്ത് വരുമ്പോഴത്തെ കുറച്ചുകൂടെ ക്ലാരിറ്റി അതിനുള്ള കാര്യങ്ങളിൽ നമുക്ക് ട്രേഡ് നടക്കാൻ പാടില്ല എന്നല്ല. ഇപ്പൊ ഓൾറെഡി നമ്മുടെ ഋഷഭ് പന്തിന്റെ ട്രേഡ് നടന്നല്ലോ. ഓ, അപ്പൊ അതുകൊണ്ട് നടക്കാൻ പാടില്ല എന്നില്ല. നമുക്ക് നോക്കാം. അപ്പൊ അതാണ്. അപ്പൊ വേറെ എന്തെങ്കിലും ഉണ്ടോ നമുക്ക്? മറ്റേ ഏകദേശം 100ന്റെ ഒരു ഇതുണ്ട്. 100 ഒന്നും അധികം ആക്റ്റീവായിട്ട് ആരും കാണുന്നില്ല എന്ന് തോന്നുന്നു. പ്രോ കാണുന്നുണ്ടോ 100? ഇവിടെ 100 എന്ന് പറയുന്നത് ഇവിടുത്തെ T20 ലീഗിനെക്കാട്ടിലും കൂടുതൽ ഫാൻ ബേസ് ഉള്ള ഒരു സംഭവമാണ് 100 എന്ന് പറയുന്നത്. ഇപ്പൊ 100-ല് തന്നെയാണെന്നുണ്ടെങ്കിലും അതും ഒരുപാട് കോൺട്രവേഴ്ഷ്യൽ ആണ്. അത് 100 ബോൾസ് വേണോ അതോ 120 ബോൾസ് എന്നുള്ള കോൺസെപ്റ്റിലൊക്കെ ഭയങ്കര കോൺട്രഡിക്ടറി അഭിപ്രായങ്ങൾ ഒരുപാട് സൈഡിൽ നിന്ന് വരുന്നുണ്ട്. പക്ഷേ 100-ന് നല്ലൊരു ഫാൻ ബേസ് ഉണ്ട് ഇവിടെ. ഇന്ത്യൻ പല ഫ്രാഞ്ചൈസീസ് ഇപ്പോൾ റീസെന്റ് പല ടീമുകളെ ഓൺ ചെയ്ത് കഴിഞ്ഞു 100-ല്. അതേപോലെ തന്നെ ഇന്ത്യൻ കോച്ചിങ് സെഗ്മെന്റ് പല രീതിയിലും ഇവിടെ വരുന്നുണ്ട്. ഇപ്പം ലണ്ടൻ സ്പിരിറ്റ്സിന്റെ ആണെന്നുണ്ടെങ്കിൽ RCBയുടെ മാനേജ്മെന്റ് ഫോളോ അപ്പ് ചെയ്യുന്നത്. അവരാണ് ആദ്യത്തെ ടീം പുറത്താകുന്നത്. ഒരു കളി മറ്റോ ഇതുവരെ ജയിച്ചിട്ടുള്ളൂ. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് 100-ലും. ഞാൻ അവരുടെ ഈ ഓപ്ഷൻ വീഡിയോ ഒക്കെ കണ്ടപ്പോ ഞാൻ വിചാരിച്ചു RCBയുടെ പോലെ ഇവിടെ വന്ന് പൊളിക്കുമെന്ന്. പക്ഷെ പരിപാടിയൊന്നും നടന്നില്ല. ഇല്ല, എല്ലാം അപ്പൂപ്പന്മാര് സെറ്റാണ്. ഡേവിഡ് വില്ലി, ആൻഡ്രൂ ടൈ ഒരു ബോളിന് പുറകെ ഓടി ക്യാപ്റ്റൻ ഡൈവ് തന്നെ ചെയ്തില്ല. എനിക്ക് ക്യാപ്റ്റനേക്കാൾ ഡൈവ് ചെയ്തില്ല, ബോൾ ക്യാപ്റ്റന് ഫോർ പോയി. അപ്പൊ സത്യം കമന്ററി പറയുന്നുണ്ട് ഒരു 4 വർഷം മുമ്പായിരുന്നെങ്കിൽ ആൻഡ്രൂ ട്രൈ ചെയ്ത് ഡൈവ് ചെയ്ത് സേവ് ചെയ്തേനെന്നൊക്കെ. അമ്മാതിരി ട്രോൾ അവർ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതെ. അപ്പൊ പക്ഷെ എനിക്ക് ഫോർമാറ്റ് ഭയങ്കര ഇഷ്ടം. എനിക്ക് കുറച്ചും കൂടെ ഇഷ്ടമായിട്ട് തോന്നുന്നു കേട്ടോ. അതായത് ഒരു സൈഡ് മാറണ്ട. 10 ബോൾസിൽ ഒരിക്കലും സൈഡ് മാറിയാൽ മതി എന്ന് പറയുമ്പോൾ തന്നെ കുറച്ചും കൂടെ ഫാസ്റ്റ് ആവും. 3 hours എന്ന് പറയുന്നത് T20യുടെ ഇതിൽ നിന്ന് ഒരു 2.5 hours എത്തിക്കാൻ പറ്റും. അതിനകത്ത് ഒരു പ്രശ്നം എന്ന് വെച്ചാൽ 6 ബോൾസ് കഴിയുമ്പോൾ പരസ്യം കാണിക്കുന്നത് 10 ബോൾസ് കഴിയുമ്പോൾ പരസ്യം കാണിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് മാറും എന്നുള്ളൊരു ഈ ബ്രാൻഡുകൾക്ക് അതൊരു പ്രശ്നം വരും.
അതല്ലാതെ നോക്കുവാണെന്നുണ്ടെങ്കിൽ ടൈം ചുരുങ്ങി കുറച്ചും കൂടെ. പിന്നെ ഇതിനകത്ത് വേറൊരു ഇതുണ്ട്. ഒന്ന് ഹിറ്റായി വന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് ഈ ഓവേഴ്സിന്റെ ഇതങ്ങോട്ട് മാറിക്കുമ്പോൾ ബോൾസ് ആണ്. ഇപ്പൊ ഇവരുടെ സ്കോർ ഇത് കാണിക്കുമ്പോൾ തന്നെ ഉം. ബോൾസിലേക്ക് നമ്മൾ ശരിക്കും ഉം. മറ്റു കളി കണ്ടിട്ട് വന്നുകൊണ്ട് പെട്ടെന്ന് അത് കിട്ടത്തില്ലെങ്കിലും ആ ഒരു ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത്ര ബോളിൽ ഇത്ര, നമ്മളെപ്പോഴും ഓവേഴ്സ് അല്ലേ റൺ റേറ്റ് കൂട്ടുന്നതും ഉം. എക്കോണമി കൂട്ടുന്നതും എല്ലാം ഓവേഴ്സ് വെച്ചിട്ട്, അതിൽ നിന്ന് പൂർണ്ണമായിട്ട് മാറിയിട്ട് ജസ്റ്റ് ബോൾസ് റൺസ് എന്നുള്ള ഒരു സിമ്പിൾ ഇക്വേഷനിലേക്ക് അവർ വന്നിട്ടുണ്ട്. സംഭവം കൊള്ളാം. ഓൺ ദ ഗോയിൽ ചിലപ്പോൾ ഒരുപക്ഷെ ക്ലിക്ക് ആയാലും മതി, കുറച്ചും കൂടെ ഫാസ്റ്റ് ആയതുകൊണ്ട്. ഉം. വേറൊരു കാര്യമുണ്ട്, അവരുടെ ലോഗോസ് ഒക്കെ സത്യം പറഞ്ഞാൽ മറ്റേ ഒരു സിനിമയ്ക്കകത്ത് ജഗതി ശ്രീകുമാർ വന്നിരിക്കുമല്ലോ പുലിവാൽ കല്യാണത്തിനകത്ത് വന്ന്, അതുപോലെയാണ് ഇന്ത്യയുടെ 2 ഫ്രാഞ്ചൈസിയുടെ ലോഗോ അവരുടെ ലോഗോസിന്റെ ഇടയ്ക്ക് വന്നിരിക്കുമ്പോൾ. ബാക്കിയെല്ലാം ക്ലാസ് ലോഗോസ്. ഇവിടെ ഒരു സൺറൈസേഴ്സ് ലീഡ്സും ഒരു വേറെ ഏതാണ് ഒരു LSGയുടെയും പിന്നെ മുംബൈ പിന്നെയും കുഴപ്പമില്ല. LSG ഉണ്ട്, സൺറൈസേഴ്സ്, ഒരു പരുന്തും ആനയൊക്കെ ആയിട്ട് ഒരു സാധനം. ആ ട്രെൻഡ് റോക്കറ്റ്സിന്റെ ഒക്കെ ലോഗോ നോക്കിയേ, ആ ബെർമിംഗം ഫീനിക്സോ അവരുടെയൊക്കെ ലോഗോ എന്ത് സൂപ്പർ, ഒരു കിടലൻ ലോഗോ, ബ്രാൻഡിങ് ഒക്കെ അടിപൊളി. ഇതിനകത്ത് ഇന്ത്യക്കാരുടെ ലോഗോ മാറ്റേണ്ട സമയം കഴിയുന്നത് അതിന്റെ ഇടയ്ക്ക് ഇരിക്കുമ്പോഴാണ് നമുക്ക് തോന്നുന്നത്. എന്തായാലും ഓക്കെ, നമുക്ക് എന്തായാലും ഇനി ഇന്ത്യയുടെ മാച്ചിലേക്ക് അടുത്ത് വരുമ്പോൾ വീണ്ടും വീഡിയോ ചെയ്യാം, പുതിയ അപ്ഡേറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ. അപ്പൊ അതാണ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. ഇപ്പോൾ വളരെ ആരും വലിയ ക്രിക്കറ്റ് ശ്രദ്ധിക്കാത്തൊരു ടൈമാണ് നമുക്കറിയാം, എങ്കിൽ പോലും എല്ലാ കാര്യങ്ങളും ഒന്ന് ടച്ച് ചെയ്ത് പോകണമെന്ന് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളൂ. എന്തായാലും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ബൈ.